once again, welcome back to our channel. Again, MBBS related ആണ്. MBBS in Russia. So things you have to carry for going MBBS Russia. സോ നിങ്ങൾ പാക്കിംഗ് ടൈമിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത് അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എന്തൊക്കെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് കേട്ടോ. അത് ഓരോരുത്തർ പ്രിഫറൻസ് അനുസരിച്ച് അത് ചേഞ്ച് ആകാം. പിന്നെ ഇത് റഷ്യ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ. കാര്യം ഞാൻ അവിടെ പഠിച്ചതാണ്. സോ എനിക്ക് അതിനെപ്പറ്റി മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെയിറ്റ് അലവൻസിനെ പറ്റി സംസാരിക്കാം. സോ നിങ്ങൾ ഏത് ഫ്ലൈറ്റ് ആണ് എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് എത്ര kg ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. സോ എന്തായാലും നിങ്ങൾക്ക് ഒരു മെയിൻ ബാഗ് കാണും, അതായത് നിങ്ങളുടെ ചെക്ക് ഇൻ ബാഗ്. രണ്ടാമത് വരുന്നതാണെങ്കിൽ നിങ്ങളുടെ ഇത് ക്യാബിൻ ബാഗ്, അതായത് ഹാൻഡ് ക്യാരി. പിന്നെ മൂന്നാമതൊരു ബാഗും കൂടെ ഉണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ്. സോ ഇത്രയാണ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇപ്പം മോസ്കോയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സ്ട്രേറ്റ് ഫ്ലൈറ്റ്സ് ആണ് മോസ്റ്റ്ലി ഉള്ളത്. സോ അവർക്ക് കുറച്ച് അലവൻസ് കൂടുതൽ കിട്ടും, അതായത് 23+10 kg എയറോഫ്ലോട്ടൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇപ്പം നോർമൽ, അതായത് മോസ്കോയിൽ ചെന്നിട്ട് വേറൊരു യൂണിവേഴ്സിറ്റി വേറൊരു പ്ലേസിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അത്രയും കിട്ടാറില്ല. കിട്ടണമെങ്കിൽ എക്സ്ട്രാ കുറേ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. സോ ആ സമയത്ത് നോർമലായിട്ട് നമുക്ക് വരുന്നത് 30+7 kg, അതായത് 30 kg വരെ നമ്മുടെ വലിയ ബാഗിനകത്തും 7 kg വരെ നമ്മുടെ ഹാൻഡ് ക്യാരിക്കകത്തുമാണ് വരുന്നത്. അപ്പം നമുക്ക് ഇനി എന്തൊക്കെ ഐറ്റംസ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകും അതിനെപ്പറ്റി നമുക്കൊന്ന് പറയാം. സോ ഫസ്റ്റ് തിങ് നമുക്ക് നമ്മുടെ മെയിൻ ബാഗ് എടുക്കാം. മെയിൻ ബാഗിൽ നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെയായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. സോ ഞാൻ ലിസ്റ്റ് മുഴുവൻ വായിച്ച് ചെയ്യിപ്പിക്കാം, അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. സോ നമ്മുടെ മെയിൻ ബാഗിനകത്ത്, അതായത് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബാഗ് നിങ്ങൾ അവിടെ കൊടുക്കണം ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. അവരത് ഫ്ലൈറ്റിൽ എടുക്കും. എന്നിട്ട് നമ്മൾ എവിടെ ചെല്ലുന്നു അവിടെ വെച്ച് നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേ ഹാൻഡ് ക്യാരി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് വേണം ഫ്ലൈറ്റിൽ കയറാൻ. അത് ക്യാബിൽ വെക്കേണ്ട ഒരു ബാഗാണ്. സോ മെയിൻ ബാഗിനകത്ത് നമുക്ക് ഫസ്റ്റ് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ വെക്കാം. ക്ലോത്ത്, നിങ്ങൾക്ക് ഡ്രസ്സുകൾ ഏതൊക്കെ വേണോ അതൊക്കെ എടുക്കാം. അതുപോലെ നിങ്ങൾക്ക് മെഡിസിൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻ്റെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന വല്ല മെഡിസിനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വെക്കാം. അതുപോലെ മസാല ഐറ്റംസ്, കുക്കർ, ഇങ്ങനത്തെ ഐറ്റം, ടോയ്ലറ്ററീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ബാഗിനകത്ത് വെക്കുന്നത്. അപ്പം നമുക്ക് ക്ലോത്ത്സ് നോക്കാം അല്ലേ. ഈ പറഞ്ഞ ഗേൾസിനെ ബാധിക്കുന്ന കാര്യങ്ങളാട്ടോ. എനിക്ക് ബോയ്സിൻ്റെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഇത് എത്ര കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. സോ ഗേൾസിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ പറയാം. നമുക്കൊരു ഒരു 5 ജീൻസ് എടുക്കാം. ഓക്കെ, നോർമൽ ഒരു 5 ജീൻസ്, അതുപോലെ ഒരു 7 ടോപ്സ്, അതുപോലെ അത് നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ടോപ്സ് എടുക്കുക. അതുപോലെ 2 പാർട്ടി വെയർ. കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളൊക്കെ റഷ്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈവൻ കുഞ്ഞൊരു ഫംഗ്ഷൻ ആയാൽ പോലും നമ്മളത് ആഘോഷമാക്കാറുണ്ട്. സോ രണ്ട് പാർട്ടി വെയർസ് എടുക്കുക. പിന്നെ നമ്മൾ ഹോസ്റ്റലിലായിരിക്കുമല്ലോ ഓഫ് കോഴ്സ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇടാനുള്ള ഡ്രസ്സ് അതെടുക്കുക. പിന്നെ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത് ഡോക്ടേഴ്സ് കോട്ടാണ്. ഡോക്ടേഴ്സ് കോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് കോട്ട് നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ലീവ് ആയിരിക്കണം. അതുപോലെ നീ ലെന്ത് വരെ അതിന് ലെന്തും വേണം. അതിൻ്റെ എന്തായാലും ഞാൻ പിക്ചർ ഇവിടെ കൊടുത്തേക്കാം. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് സ്വെറ്റർ. അതെന്തായാലും നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ക്ലൈമറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു സ്വെറ്റർ എടുക്കുക. അതുപോലെ സ്പോർട്സ് വെയർ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്പോർട്സ് ക്ലാസ് കാണും, അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് എടുക്കുക. അതുപോലെ സ്പോർട്സ് ഷൂ അത് ഒരെണ്ണം എടുക്കുക. അതുപോലെ ഞാനിപ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല, മീൻസ് എത്ര ഷൂവും കാര്യങ്ങളും എടുക്കണം അതൊക്കെ നിങ്ങളുടെ എത്രയാണ്, ഇറ്റ്സ് അപ് ടു യു ഗൈസ്. നിങ്ങൾക്ക് എത്ര വേണോ അതുപോലെ എടുക്കാം. നിങ്ങളുടെ സ്പേസ് ഡിപ്പെൻഡ് ചെയ്ത് വെയിറ്റും. അതുപോലെ ഹുഡീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യത്തെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുക. കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ തെർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പോയി മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം അവിടെ നല്ല ചീപ്പായിട്ട് കിട്ടും. ഓഫേഴ്സ് ടൈം ആണെങ്കിൽ നല്ലതുപോലെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ ലെസ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടും. സോ അതുപോലെ ഹുഡീസ്, പുൾ ഓവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടുന്ന് പോകുമ്പോൾ വേണമെങ്കിൽ 2 എണ്ണം വേണമെങ്കിൽ ക്യാരി ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് ക്യാപ്പ്, ഗ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ അവിടെ ചെന്നിട്ട് മേടിക്കാവുള്ളൂ. ഈവൻ നിങ്ങളുടെ ജാക്കറ്റ്, ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ജാക്കറ്റ് മസ്റ്റാണ്, കൈ വെച്ചേക്കണം. ഇതിപ്പോൾ വിൻ്ററിൽ പോകുന്ന കുട്ടികൾക്കാട്ടോ. മീൻസ് ഇപ്പോൾ ഈ നീറ്റിൻ്റെ റിസൾട്ട് വന്ന് കുറേ ലേറ്റ് ആയതുകൊണ്ട് നിങ്ങളൊക്കെ വിൻ്ററിലാണ് പോകുന്നത്. അതുകൊണ്ട് മസ്റ്റ് ഒരു ജാക്കറ്റ് കയ്യിൽ ക്യാരി ചെയ്തേക്കണം. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഒക്ടോബറിലൊക്കെ പോകുന്ന കുട്ടികളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജാക്കറ്റ് ആവശ്യം വരുന്നില്ല. അവിടെ ചെന്നിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി മേടിക്കാറുള്ളത്. എന്തായാലും നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു ജാക്കറ്റ് എടുത്താൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഒരു ജാക്കറ്റ് മേടിക്കേണ്ടി വരും. അതുപോലെ അവിടുത്തെ ബൂട്ട്സും മേടിക്കേണ്ടി വരും. അതുപോലെ ക്യാപ്പ്, ഗ്ലൗസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് മേടിക്കുന്നതാണ് ബെറ്റർ.
പിന്നെ നമുക്ക് അപ്പോൾ ഡ്രസ്സിൻ്റെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവറപ്പ് ചെയ്തു. ഇതൊക്കെ ഞാൻ നോർമലായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എത്ര വേണേലും കൂടുതൽ കൊണ്ടുപോകാം, എത്ര വേണേലും കുറയും കൊണ്ടുപോകാം. അതുപോലെ മെയിനായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഡോക്ടേഴ്സ് കോട്ട്. അതെന്തായാലും ഇവിടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകണം ഫസ്റ്റ് ഇയറിലേക്കുള്ളത്. നിങ്ങൾക്ക് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേറെ മേടിക്കുക, നിങ്ങൾ മേടിക്കുക. അപ്പോൾ ഈ ഡോക്ടേഴ്സ് കോട്ട് പോലെ തന്നെ, അതായത് ആപ്രോൺ പോലെ തന്നെ നമുക്ക് മസ്റ്റുള്ള കാര്യമാണ് ക്യാപ്പ്. അതിന് കൽപ്പാക്ക് എന്ന് പറയും. അത് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് മേടിച്ചാൽ മതി. അത് ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആവശ്യമുണ്ട്, ചില യൂണിവേഴ്സിറ്റീസ് ഒന്നും അത് പ്രിഫർ ചെയ്യാറില്ല. രണ്ടാമത്തെ കാര്യം തെർമൽ വെയർ, അത് മസ്റ്റാണ്. തെർമൽ വെയർ എന്ന് പറയുമ്പോൾ നമുക്കത് ഫുൾ സ്ലീവിൻ്റെയും കിട്ടും, അതുപോലെ അത് പാൻറ്റും ടോപ്പും സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി ചോദിച്ചാൽ ഈ സംഭവം കിട്ടും. ഇത് 2 സെറ്റ് എന്തായാലും എടുക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ സമയത്ത് ഇതിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾ നോർമൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് യു ക്യാൻ സർവൈവ് ദർ. അത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ വരത്തുള്ളൂ. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ ക്ലൈമറ്റുമായിട്ട് ഓക്കെ ആവും. സോ തെർമൽ വെയർ ഇസ് മസ്റ്റ്. ഡോക്ടേഴ്സ് കോട്ട്, അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വരുന്നതാണ് നമുക്ക് മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ് മെഡിസിൻസ് ഒക്കെ. അതുപോലെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന എന്ത് മെഡിസിൻ ആണോ അതിൻ്റെ ഒരു നല്ല ക്വാണ്ടിറ്റി എടുക്കുക. കൂടെ തന്നെ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ്റെ ഒരു റെസിപ്റ്റും കൂടി എടുക്കുക. കാര്യം ചില സമയത്ത് ഇപ്പോൾ നിങ്ങൾ കുറേ എമൗണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടൊരു ചെക്ക് ചെയ്യും. സോ ആ സമയത്ത് നിങ്ങൾ പ്രിസ്ക്രിപ്ഷനും കൂടെ അതിനകത്തൊന്ന് ഇട്ട് വേണം പാക്ക് ചെയ്യാൻ. ഇതൊക്കെ നിങ്ങൾ മെയിൻ ക്യാരിക്കകത്ത് വെക്കുക. അതിപ്പോൾ മെഡിസിൻ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ വേണം കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വേണം എടുക്കാം. സോ അത് അങ്ങനത്തെ കാര്യം. അത് കഴിഞ്ഞാൽ പിന്നെ ബുക്സിൻ്റെ കാര്യം പറയുവാണെങ്കിലും അതും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അനാട്ടമി ഒക്കെയാണ്, നെറ്റർ അനാട്ടമി അറ്റ്ലസ് ഒക്കെ മേടിച്ചാൽ മതി. അതൊക്കെ ഇസ് അപ് ടു യു ഗൈസ്. ബിക്കോസ് നമ്മളിപ്പം ബുക്ക് നോക്കി പഠിക്കുന്ന അങ്ങനെ പഠിച്ചേ പറ്റത്തുള്ള കുട്ടികൾക്ക് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബോ ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്കെല്ലാം ഫ്രീ PDF നമുക്ക് കിട്ടും. സോ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഇത്രയും വെയിറ്റ് നമ്മൾക്ക് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചിതുമായിട്ട് ഇങ്ങോട്ട് വരികയും വേണമല്ലോ. സോ അത് ആലോചിച്ച് മാത്രം എടുക്കുക. എന്തായാലും നിങ്ങൾക്ക് ആവശ്യം വരുന്നത് ഫസ്റ്റ് ഇയറിലേക്കും സെക്കൻഡ് ഇയറിലേക്കും ആവശ്യം വരുന്ന ബുക്സിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്യാം. ഇപ്പം ഫസ്റ്റ് എയ്ഡിൻ്റെ എന്തൊക്കെ നമുക്ക് നോർമലി കൊണ്ടുപോകണം. ഇപ്പം എന്തായാലും നിങ്ങൾ ഒരു കഫ് സിറപ്പോ ഒരു പാരസിറ്റമോളോ അല്ലെങ്കിൽ സിട്രസിൻ, അങ്ങനത്തെ വിക്സ്, ബാം, അങ്ങനത്തെ ബാൻഡേജസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്സ് ആണ്. സോ അതൊക്കെ എടുത്ത് വെക്കുക. അതുപോലെ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. പിന്നെ എന്തായാലും ഒരു സ്റ്റീമിങ് ഇത് മേടിക്കണം. ചില ആൾക്കാർക്ക് കാണുമല്ലോ പെട്ടെന്ന് ഫീവറൊക്കെ പിടിക്കുന്ന ക്ലൈമറ്റൊക്കെ മാറി കഴിയുമ്പോൾ. സോ അങ്ങനെയുള്ളതൊക്കെ നല്ലതായിരിക്കും. അതിന് ടാബ്ലറ്റ്, കാർബോപ്ലസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വരുന്നതാണ് വെസൽസ് അല്ലേ. എല്ലാവർക്കും ഡൗട്ടാണ് ഇവിടുന്ന് നമ്മളെല്ലാം കൊണ്ടുപോകണോ. ആക്ച്വലി നമുക്ക് അവിടെ ഓൾമോസ്റ്റ് എല്ലാം കിട്ടും, പക്ഷേ കുക്കർ നമുക്ക് അവിടെ കിട്ടത്തില്ല. സോ ഇവിടെ നിങ്ങൾ പോകുമ്പോൾ ഒരു 2 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 3 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്ത് വെക്കുക. ബാക്കി എല്ലാം ഇപ്പോൾ പാനോ കാര്യങ്ങളോ അതെല്ലാം നമുക്ക് അവിടെ കിട്ടും. പക്ഷേ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും കൈ കിട്ടത്തില്ലല്ലോ. സോ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കാണുമല്ലോ, ഡിസ്കസ് ചെയ്തിട്ട് ഒരു പാൻ എടുക്കാം. അതുപോലെ നിങ്ങളുടെ സെൽഫ് യൂസിനായിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റും ഒരു കപ്പും ഒക്കെ എടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്, നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ കുക്കർ മസ്റ്റ് ആണ്, കാര്യം നമുക്കത് അവിടെ കിട്ടത്തില്ല. ബാക്കി നിങ്ങളുടെ കെറ്റിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അവിടെ ചെന്നിട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് സ്പൈസസിന് ലിസ്റ്റ് വരുമ്പം നമുക്കവിടെ മസാല കിട്ടുമെങ്കിലും നമ്മുടെ ഇവിടുത്തെ അത്ര ഫ്ലേവേർഡ് അല്ല, അതുപോലെ കോസ്റ്റ്ലിയും ആയിരിക്കും. അത് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുകയൊക്കെ വേണം. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ മാക്സിമം ക്യാരി ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ 1 ഇയറിലേക്ക് ഞാൻ എത്രയാണോ കൊണ്ടുപോയത് അതിൻ്റെ ലിസ്റ്റ് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുക. അതായത് ചില്ലി പൗഡർ 1 kg, പെപ്പർ പൗഡർ 250 gram, കൊറിയൻഡർ 500 gram, ടെർമറിക് 200 gram, അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ട മറ്റേ ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. അതൊക്കെ അവിടെ നല്ല കോസ്റ്റ്ലിയാണ്. അതുപോലെ നമ്മുടെ അത്രയും നല്ലതൊന്നും ക്വാളിറ്റി കിട്ടാറുമില്ല. സോ അതെല്ലാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കുക. ചിക്കൻ മസാല, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ നോൺ വെജാണ് അവിടെ കൂടുതലും കിട്ടാറുള്ളത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്കറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക. ചിക്കൻ മസാലയും ഫിഷ് കറി മസാലയും അങ്ങനത്തെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതുപോലത്തെ സാധനങ്ങളൊക്കെ എടുക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കിൾ എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ kg ക്യാരി ചെയ്യാൻ പറ്റുമെങ്കിൽ എടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് അതെല്ലാം എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ സ്നാക്സ് ഐറ്റംസ് ഒക്കെ
കാര്യം നമ്മുടെ ഇവിടെ കിട്ടുന്ന ലോക്കൽ ഐറ്റംസ് ഒന്നും അവിടെ കിട്ടാൻ പോകുന്നില്ല. ഇതുപോലെ ലേസ്, ചീറ്റോസ് അങ്ങനത്തെ ഒക്കെ കിട്ടും. അല്ലാതെ നമ്മളിവിടുത്തെ നമുക്ക് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ കിട്ടത്തില്ല. സോ നിങ്ങൾക്ക് അത് കഴിക്കാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് 2-3 പാക്കറ്റ്, ഇപ്പം എന്ത് ചിപ്സോ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ മാറുമല്ലേ, നമ്മളൊരു വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പം നമുക്ക് പെട്ടെന്ന് അത്രയും സെൽഫ് കുക്കിംഗ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാനൊക്കെ. സോ ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ വേണമെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുക. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 1 മാസം വരെയൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിൻ നമ്മുടെ ഇത് ചെക്ക് ഇൻ ബാഗിനകത്ത് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുക. അതായത് നിങ്ങളുടെ ക്ലോത്ത്സ്, അതുപോലെ വെസൽസ്, അതുപോലെ നിങ്ങൾക്ക് മെഡിസിൻസ്, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈറ്റബിൾസ് ആയിട്ടുള്ള തിങ്സ്, മസാല, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ക്യാരിക്കകത്ത് വെക്കാറുള്ളത്. സോ ഇതാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ലിസ്റ്റ്. ഇതിൻ്റെ എല്ലാം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റ്. ഈ പറയുന്നതിനെക്കാട്ടി ഉപരി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് നിങ്ങളുടെ ഇത് ഹാൻഡ് ക്യാരി, അതായത് ക്യാബിൻ ബാഗ്. ക്യാബിൻ ബാഗ് എന്ന് പറയുമ്പോൾ 7 kg ആണ്. അതിനകത്ത് നമുക്ക് മോസ്റ്റ്ലി നമ്മൾ വെക്കാറുള്ളത് നമ്മുടെ ലിക്വിഡ് ഐറ്റംസ് ഒന്നും വെക്കാതിരിക്കാനകത്ത്. ലിക്വിഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പെർഫ്യൂം പോലും വെക്കാതിരിക്കുക. പിന്നെ ഓരോ ഫ്ലൈറ്റ് ഡിപ്പെൻസ് ആണ്. ചിലരൊക്കെ എല്ലാം എടുത്ത് മതി, ഈവൻ ക്രീം ആയാൽ പോലും എടുത്ത് മാറ്റാറുണ്ട്. സോ നിങ്ങൾ ഒരു ഐറ്റംസും അങ്ങനത്തെ വെക്കാതിരിക്കുക. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെക്കാൻ സാധിക്കും. അതായത് നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സർട്ടിഫിക്കറ്റ്സ്, അതായത് പാസ്പോർട്ട്, വിസ, അതുപോലെ ആധാർ കോപ്പി, 10th 12th സർട്ടിഫിക്കറ്റ്സ്, ഒരു 30-40 പാസ്പോർട്ട് ഫോട്ടോസും വെച്ചേക്കണം. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കുക. അത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, അതുപോലെ നിങ്ങളുടെ ID പ്രൂഫ് ലൈക്ക് ആധാർ ഒരു പാൻ കാർഡ്, അതുപോലെ നിങ്ങളുടെ ATM കാർഡ്. ATM കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണോ എടുക്കുന്നത് ആ ബാങ്ക് കാർഡ് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടുന്ന് പൈസ എനിക്ക് അവിടെ വിത്ഡ്രോ ചെയ്യാനാണ്. സോ അത് പറഞ്ഞിട്ട് മാത്രം എടുക്കുക. അതിപ്പോൾ ഞാൻ എടുത്തിരുന്നത് SBIയുടെയും ഫെഡറലിൻ്റെ ഒക്കെ ആയിരുന്നു. ഈവൻ ആക്സിസ് ബാങ്ക് ഓൾസോ ഐ യൂസ് ഇറ്റ്. സോ നല്ല ബാങ്കുകളാണ്, ഇത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എടുക്കുമ്പോൾ അത് വിസ ഡെബിറ്റ് കാർഡ്സ് ആയിരിക്കണം. അതുപോലെ അവരോട് പ്രത്യേകം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇൻ കേസ് വർക്ക് ആയില്ലെങ്കിൽ അത് അവർ ചെയ്തു തരണമെന്നും കൂടെ ഒന്ന് പറയണം. പിന്നെ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട്, അതായത് RT-PCR അതെടുക്കാൻ ശ്രമിക്കുക. കാര്യം ഇപ്പം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും RT-PCR ടെസ്റ്റ് കാണിക്കേണ്ടി വരും. സോ നമുക്ക് 72 hours ആണ് അതിന് വാലിഡിറ്റി ഉള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് എടുക്കാം, അത് പക്ഷേ ഒന്നിട്ട് കോസ്റ്റ്ലി ആയിരിക്കും. സോ നിങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പോകുന്ന മുമ്പായിട്ട് എടുത്തിട്ട് റിസൾട്ടുമായിട്ട് എയർപോർട്ടിൽ കയറാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വരുന്ന ബുക്സ് ആണ്. ബുക്സിൻ്റെ ഒരു കേസ് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഒരിക്കലും നിങ്ങളുടെ ബുക്സ് നിങ്ങൾ ചെക്ക് ഇൻ ബാഗിൽ വെക്കരുത്, അതായത് മെയിൻ ബാഗിനകത്ത് വെക്കരുത്. കാര്യം അതിൻ്റെ വെയിറ്റും കൂടി നമുക്ക് ആഡ് ചെയ്ത് പോകും. സോ നിങ്ങൾ എപ്പോഴും ബുക്സ് കൈ വെക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ 2 ബുക്ക് കൈ വെക്കാം, അതിൻ്റെ വെയിറ്റ് അവർ ചെക്ക് ചെയ്യത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഹാൻഡ് ബാഗിനകത്ത് ബാക്കി ബുക്സ് വെക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ബുക്ക് നോക്കിയേ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ മാത്രം ബുക്ക് എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം സൈറ്റിൽ തന്നെ കിട്ടും. എല്ലാം PDF ആയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കിട്ടാറുണ്ട്. സോ ബുക്സ്, പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാബ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡ് ക്യാരി വെക്കുക. ബാറ്ററി ഐറ്റംസ് എല്ലാം ഹാൻഡ് ക്യാരി വെക്കുക. ഈ ഹാൻഡ് ക്യാരി വെക്കുന്നതിനെക്കാട്ടി ഉപരി നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ് ഉണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പ് ബാഗായിട്ട് നിങ്ങൾക്ക് എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസും വെക്കാൻ പറ്റും. നിങ്ങളുടെ പവർ ബാങ്ക് എന്തായാലും വാട്ടെവർ നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം നിങ്ങൾ ഈ ലാപ്ടോപ്പ് ബാഗിൽ വെക്കുക. ഒരു ടിപ്പും കൂടി ഞാൻ പറയാം. നിങ്ങളുടെ ഹാൻഡ് ക്യാരിക്ക് 7 kg ആയിരിക്കും. അത് അവർ അവിടെ ചെക്ക് ചെയ്ത് നോക്കും എത്ര kg ഉണ്ടെന്ന്. അതുപോലെ നിങ്ങളുടെ മെയിൻ ബാഗിൻ്റെ kgയും അവരവിടെ ചെക്ക് ചെയ്ത് നോക്കും. പക്ഷേ നമ്മുടെ ലാപ്ടോപ്പ് ബാഗിൻ്റെ വെയിറ്റ് ഒരിക്കലും അവിടെ ചെക്ക് ചെയ്യാറില്ല. അല്ലെങ്കിൽ നല്ല ഹ്യൂജ് ആയിട്ടിരിക്കുന്ന ഒരു ബാഗ് ആണെങ്കിൽ മാത്രമേ അവർ ചെക്ക് ചെയ്യാറുള്ളൂ. സോ നിങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു ടോപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആരും കാണാതെ അതിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. ഇതൊക്കെ ഗേൾസ് ടിപ്പാട്ടോ, കാര്യം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. സോ നമ്മുടെ ലാപ്ടോപ്പ് ബാഗ് നമുക്ക് എല്ലാ ഇലക്ട്രോണിക്സും വെക്കാം. അതുപോലെ നിങ്ങളുടെ ഈ ക്യാരി ബാഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോത്ത് വെക്കാം. പക്ഷേ ആ ക്യാരി ബാഗ് ഒരിക്കലും നിങ്ങൾ ലിക്വിഡ് ഐറ്റംസും വെക്കരുത്, ഈറ്റബിൾസ് ഒന്നും വെക്കരുത്, പൗഡർ ഐറ്റംസ് ഒന്നും വെക്കരുത്. അതിനകത്ത് വെക്കാൻ പറ്റുന്ന ഈ ഡോക്യുമെൻറ്റ്സ് വെക്കുക,
ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡ്രസ്സും വെക്കുക. അതായത് അല്ലാതെ വേറെ ലിക്വിഡ് ഐറ്റംസ് ഒന്നും തന്നെ വെക്കരുത്. കാര്യം കുറേ ആൾക്കാർക്ക് ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങളുടെ ലിക്വിഡ് ഐറ്റംസ് അങ്ങനത്തെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലതുപോലെ പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മെയിൻ ക്യാരി വെക്കുക. മെയിൻ ക്യാരി നിങ്ങൾക്ക് എന്ത് വെള്ളം കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ മെറ്റൽ ഐറ്റംസ് വെക്കരുത്. അത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് ക്യാരി വെക്കുക. സോ മെയിൻ ക്യാരിക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നത് മസാല ഐറ്റംസ് വെക്കാം, അതുപോലെ നിങ്ങളുടെ ഡ്രസ്സ് വെക്കാം, അതുപോലെ മെഡിസിൻസ് വെക്കാം, അതുപോലെ നിങ്ങളുടെ പിന്നെന്താ ഉള്ളത്, ബുക്സ് വെക്കരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലിക്വിഡ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ബാഗിനകത്ത് വെക്കാം. അല്ല നമ്മുടെ ഈ ഹാൻഡ് ക്യാരി, അതായത് ഈ 7 kg ഹാൻഡ് ക്യാരിക്കകത്ത് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, അതുപോലെ നിങ്ങളുടെ ക്ലോത്ത് വേണമെങ്കിൽ വെക്കാം, അതുപോലെ നിങ്ങൾക്ക് ബുക്സ് വേണമെങ്കിൽ വെക്കാം. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു ഡോളേഴ്സായിട്ട് കൈ കൊണ്ടുവന്ന കുട്ടികളായിരിക്കും, അതും നിങ്ങൾ നിങ്ങളുടെ പൗച്ചിനകത്തേ വെക്കാവുള്ളൂ. ബില്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൂടെ വെക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ വെയ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളുമായിട്ട് എന്തൊക്കെ കൊണ്ടുപോകാന്നുള്ള ലിസ്റ്റ്. അപ്പം മെയിനായിട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ഓക്കെ, ഇവിടുന്ന് എന്തായാലും നിങ്ങൾ പോകുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ചിരിക്കുക. അതായത് നിങ്ങളുടെ ബ്രഷ്, പേസ്റ്റ്, ടവൽ, ഇതൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ, പോകുമ്പോൾ എന്തായാലും നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ എടുക്കാവുള്ളൂ, അല്ലാതെ കുറേ എടുക്കരുത്. ബാക്കി എല്ലാം ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് അവിടെ കിട്ടുന്നതാണ്. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഓഫർ ടൈമൊക്കെയാണ് ഇവിടത്തെക്കാട്ടി കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടും. അതുപോലെ ഈ വൂളൻ ടൈപ്പ് ക്ലോത്തുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ആയിരിക്കും എടുക്കുന്നത് ഏറ്റവും ബെറ്റർ. ബൂട്ട്സ് എല്ലാം നിങ്ങൾ അവിടുന്ന് എടുക്കാവുള്ളൂ. പിന്നെ സ്റ്റേഷനറി ഐറ്റംസും കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മെയിൻ ബാഗിൽ വെക്കുക. മെയിൻ ബാഗിൽ വെക്കുമ്പം നിങ്ങൾ ചോദിക്കുക എന്തൊക്കെയാണല്ലേ. സോ നമുക്ക് വേണമെങ്കിൽ നോട്ട്ബുക്ക് വേണമെങ്കിൽ എടുക്കാം, ഒരു 2 അത്യാവശ്യത്തേക്ക് മാത്രം. കാര്യം അവിടെ ചെന്ന് നമുക്ക് ബാക്കി കിട്ടും. അതുപോലെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ടെക്നോറ്റിക് പെൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന പെന്ന് തന്നെ വേണം, അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ എടുത്തുകൊണ്ട് പോകുക. കാര്യം ഇങ്ങനത്തെ പെൻസും കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ കിട്ടത്തില്ല, അവിടെ വേറെ ബ്രാൻഡൊക്കെയാണ് വരുന്നത്. സോ അതൊക്കെ എടുക്കുക. ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് പെൻസിൽ, അങ്ങനത്തെ കളർ പെൻസിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. ബാക്കി എല്ലാം നിങ്ങൾ റഷ്യ ചെന്ന് കഴിഞ്ഞാൽ 55 റൂബിൾ ഷോപ്പ് തുടങ്ങിയൊരു ഷോപ്പുണ്ട്. അവിടെ ഫിക്സ്ഡ് റേറ്റ് ആണ്, അവിടെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനറി ഷോപ്പിൽ കയറിയാൽ മതി, അവിടെ അത്രയ്ക്ക് കോസ്റ്റ്ലി ഒന്നുമില്ല. ഇതൊക്കെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ബാക്കി എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചേച്ചി ലാപ്ടോപ്പ് മസ്റ്റ് ആണോ എന്നുള്ളത്, അതുപോലെ ടാബ് ആണോ നല്ലതെന്ന് ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ടാബ് ഇഷ്ടമെങ്കിൽ ടാബ് എടുക്കാതെ നമുക്ക് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി നോട്ട്സും കാര്യങ്ങളൊക്കെ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് PDF ഇപ്പോൾ ടാബിലും പറ്റും. സോ രണ്ടിനും സെയിം യൂസ് തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് ക്യാരി, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, അതൊക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഐപാഡ് ഒരു ടാബ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ടു ക്യാരി, അതായത് നിങ്ങളുടെ ഹെയർ ഓയിലല്ലേ, നിങ്ങൾ ഏതാണ് തല തേക്കുന്ന എണ്ണ, ആ എണ്ണ നിങ്ങൾ ക്യാരി ചെയ്യേണ്ടി വരും. കാര്യം നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നൊന്നും അവിടെ കിട്ടാറില്ല. ആ കിട്ടാനുള്ള പാരഷൂട്ടാണ്. ഇത്രയുള്ള കുഞ്ഞു ബോട്ടിലൊക്കെ 200 രൂപയാണ്. കാര്യം ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ. സോ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ ക്യാരി ചെയ്ത് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മെയിൻ ബാഗിൽ നിങ്ങൾ വെക്കാറുള്ളൂ. സോ ഇതൊക്കെയാണ് നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ. ഒന്നുകൂടി ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യാം എന്തൊക്കെയാണ് മസ്റ്റ് ടു ക്യാരി എന്നുള്ളത്. നിങ്ങളൊരു ഡോക്ടേഴ്സ് കോട്ട്, അതായത് മെഡിക്കൽ ആപ്രോൺ നിങ്ങൾ ക്യാരി ചെയ്തിരിക്കണം. അത് ഫുൾ സ്ലീവും നീ ലെന്തും ആയിരിക്കണം. രണ്ടാമത് നിങ്ങൾ തെർമൽ വെയറും മേടിക്കുക, ഒരു 2 സെറ്റെങ്കിലും മേടിക്കാൻ ശ്രമിക്കുക. മൂന്നാമത് ഒരു കുക്കർ എടുക്കുക. നാലാമത് നിങ്ങൾ തല തേക്കുന്ന എണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്ന അതെടുക്കുക. ഷാമ്പുവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ബുക്സിൻ്റെ കാര്യം എഗെയിൻ റിപ്പീറ്റിംഗ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്സിൻ്റെ മീൻസ് ഞാൻ എന്തുവാണ് യൂസ് ചെയ്തിരുന്നത് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന, നിങ്ങൾ എന്തായാലും ലാപ്ടോപ്പ് ഐപാഡൊക്കെ എടുക്കാറുള്ളൂ. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈറ്റിൽ കയറി എല്ലാം എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ മെയിൻ ക്യാരി, അതായത് ചെക്ക് ഇൻ ബാഗ് എന്ന് പറഞ്ഞാൽ 30 kg ആണ് അലവൻസ്. നോർമൽ ഫ്ലൈറ്റിനാണെങ്കിൽ ഹാൻഡ് ക്യാരി 7 kg. ലാപ്ടോപ്പ് ബാഗിനകത്ത് നമുക്ക് വെയിറ്റ് കൗണ്ട് ആവുന്നില്ല. നിങ്ങൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ 10 ഒക്കെ അതിനകത്ത് വെക്കാൻ പറ്റും. സോ മെയിൻ ക്യാരിക്കകത്ത് നിങ്ങൾ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ വെക്കുക. അതുപോലെ ഹാൻഡ് ക്യാരിക്കകത്ത് നിങ്ങൾ ഒരിക്കലും ലിക്വിഡ് ഐറ്റംസും കാര്യങ്ങളൊന്നും വെക്കരുത്. ഡോക്യുമെന്റ്സ് ഒക്കെ മാക്സിമം വെക്കുക. അത് നിങ്ങളുടെ ക്ലോത്തും വെക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാവുള്ളൂ. എഡിബിൾ ഐറ്റംസും ലിക്വിഡ് ഐറ്റംസും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ മെയിൻ ഹാൻഡ് ബാഗിനകത്ത് വെക്കരുത്.
സോ ഇതാണ് തിങ്സ് ടു പർച്ചേസ് എന്നുള്ള ഒരു സെഗ്മെന്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ ഇയർ മാത്രമല്ല, ഇനി എത്ര വർഷം കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും പഠിക്കാൻ പോകുന്നുണ്ട്. സോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈവൻ ഫോർ അഡ്മിഷൻ പർപ്പസ് ഓൾസോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ലോ ബഡ്ജറ്റ് യൂണിവേഴ്സിറ്റീസ് ഞാൻ പ്രിഫർ ചെയ്യാം. ഫുള്ളി ഇംഗ്ലീഷ് മീഡിയം. ഞാൻ ബൈലിംഗൽ യൂണിവേഴ്സിറ്റീസ് ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. കാര്യം എനിക്കറിയാം അത് എത്ര പാടാണ് പഠിക്കാനെന്ന്. സോ അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. അതുപോലെ റഷ്യയിലേക്ക് വരുന്ന എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. നല്ല കിടുക്കാച്ചി ഡോക്ടേഴ്സായിട്ട് പഠിച്ചിറങ്ങുക മക്കളെ. ബൈ.